കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വിവിധ വേദികളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 12ഓളം വേദികൾ വിവിധ മത്സരങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാടിൻ്റെ ഉത്സവമായി മാറ്റാൻ നമുക്ക് ഈ കാസർഗോഡ് ജില്ലാ റവന്യൂ കലോത്സവത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടക സമിതി വൈസ് ചെയർമാൻ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടിയായ പി വി മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ശ്രീ മുഹമ്മദ് അസ്ലം, കാരണം ഏതൊരു കലോത്സവം എപ്പോഴും ഒരു നാടിൻ്റെ മാനവികത, അതിൻ്റെ സ്നേഹം, സൗഹാർദ്ദം ഇതൊക്കെ ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ ഒരു പൊതുവേദിയായിട്ടാണ് നമുക്ക് കാണുന്നത്. എങ്ങനെ കാണുന്നു ഉദിനൂരിലെ ഈ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി അതിൻ്റെ വൈസ് ചെയർമാൻ എന്ന എങ്ങനെ നോക്കി കാണുന്നു? 16 വർഷത്തിന് ശേഷമാണ് പടന്നയിൽ ഇങ്ങനെ ഒരു മഹോത്സവം ആദ്യത്തെ വരളാൻ വേണ്ടി നമുക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. കലോത്സവം ഏറ്റവും വലിയ സംഭവബഹുലമായ ഒരു ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ്. പഠനയെ സംബന്ധിച്ചിടത്തോളം പഠന പഞ്ചായത്തിലെ കലാ സാംസ്കാരിക ഭൂമികയാണ് ഉദിനൂർ എന്ന് പറയുന്നത്. ആ ഉദിനൂറിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവം ഏറ്റവും വലിയ ഒരു കലാരൂപത്തിൻ്റെ മാത്രമല്ല, പഠനയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു വലിയൊരു കൂട്ടായ്മയായിട്ടാണ് നമ്മുടെ ഈ 12 വേദികളിൽ നടക്കുന്ന ജനബാഹുല്യം, മത്സരാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ ഇത് ഏറ്റവും വലിയൊരു മാതൃകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത് പഠന എന്ന് പറയുന്ന വടക്കേ മലബാറിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയൊരു കലോത്സവം പടന്നയിൽ കിട്ടിയതിൽ പടന്നയിലെ നിവാസികൾ അതിൻ്റെ ഊർജവും ആവേശവും ഒട്ടും ചോർന്നു പോകാതെ തന്നെ അതിനെ സ്വീകരിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് സ്റ്റേജ് മത്സരങ്ങൾ ഇപ്പോൾ 2 ദിവസമായി നടക്കുകയാണ്. ഓരോ വേദിയും സദസ്സ് വളരെ സമ്പന്നമാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ സംഘാടക സമിതിയൊക്കെ രൂപീകരിക്കുന്ന സമയത്തുള്ള അതിൻ്റെ സ്വീകാര്യത എങ്ങനെയായിരുന്നു? ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഈ ഒരു കലോത്സവം നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തിയത് മുതൽ തന്നെ സംഘാടക സമിതി യോഗത്തിൽ തന്നെ രൂപീകരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ വിജയം ഉറപ്പാണ്. കാരണം എന്ന് പറയുന്നത് ഈ പഠന പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ആളുകളും വന്ന് ചേർന്നിട്ടുള്ളത് മാത്രമല്ല, ജില്ലയിലെ അഷ്ടദിക്കുകളിലെത്തിയ അധ്യാപികമാരടക്കം ആ സംഘാടക സമിതിയിൽ പങ്കെടുത്തപ്പോൾ ഇതൊരു ചരിത്ര സംഭവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന അന്ന് തന്നെ നടന്നതാണ്. പിന്നീടുള്ള ഓരോ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പ്രചാരണ പരിപാടികൾ, അതിലെല്ലാം കാണുന്ന സൂചന എന്ന് പറയുന്നത് ഈ ഉദിനൂരിൽ നടക്കുന്ന കലോത്സവം ഗംഭീരമാകുമെന്നാണ്. ഓഫ് സ്റ്റേജ് എന്നായിരുന്നു 2 ദിവസത്തെ പരിപാടി. ആ ഓഫ് സ്റ്റേജിൽ പോലും യഥാർത്ഥത്തിൽ ഒരു 300 പേരുടെ 400 പേരുടെ ഒരു ഭക്ഷണത്തിനുള്ള അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കുള്ള പ്രതീക്ഷയായിരുന്നു. ആ 2 ദിവസം പോലും 1500-ൽ പരം ആളുകൾ ആ ഒരു ഓഫ് സ്റ്റേജ് പരിപാടിയിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ പരിപാടി. സാധാരണ ഏതൊരു കലോത്സവങ്ങളായാലും ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയുടെ വിജയം കൂടിയാണത്. പക്ഷേ ഇത്തരത്തിൽ ഒരു റവന്യൂ ജില്ലാ കലോത്സവം കുറേ വർഷങ്ങൾക്ക് ശേഷം ഉദിനൂർ എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തുന്ന സമയത്ത് എവിടെയും ചില വെല്ലുവിളികളോ ചില ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരു വെല്ലുവിളിയും ഇല്ല. ഈ കാര്യത്തിൽ ഒരേ മനസ്സായിരുന്നു. അതിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിലാണ്. ഈ സമീപകാലത്താണ് SPC ജില്ലാതലത്തിലൊരു ക്യാമ്പ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏതാണ്ട് 500 SPC കാഡറ്റുകളുണ്ടായിരുന്നു. ഒരു 5 ദിവസക്കാലത്തെ ക്യാമ്പായിരുന്നു. SPC കാഡറ്റ് ആ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ടായിട്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വീകാര്യത ഈ പഠന പഞ്ചായത്തിൽ ഉദിനൂരിൽ ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കലോത്സവം വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഒരേ മനസ്സോടെ ഒരു മെയ്യായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യാതൊരു പരാതിയോ യാതൊരു പരിഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ തന്നെ അപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA-യുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ മറ്റിതര പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയൊക്കെ കൂട്ടായ രൂപത്തിലുള്ള ചർച്ചകളിലൂടെ അപ്പം തന്നെ പരിഹരിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവും. അതിൽ ഈ പറയപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങൾ പോലും അത് പരിഹരിക്കുന്നതിൽ ഞങ്ങൾ ആ കാര്യത്തിൽ എല്ലാവരും ഒന്നാണ്. ഈ റിവ്യൂ മീറ്റിങ്ങിൽ നമ്മൾ പലപ്പോഴും സമയബന്ധിതമായിട്ട് പ്രോഗ്രാം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സമയബന്ധിതമായിട്ട് പ്രോഗ്രാം അവസാനിപ്പിക്കാനോ സാധിക്കാത്ത ചില വേദികളിലൊക്കെ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഈ റിവ്യൂ മീറ്റിങ്ങിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അവലോകനം നടത്തുന്നു? 12 വേദികളിൽ നടക്കുമ്പോൾ ചില വേദിയിൽ തന്നെ ചില മത്സരങ്ങൾ നടക്കണമെന്നുള്ള നിർബന്ധം അതിൻ്റെ പരിശീലകരെ സംബന്ധിച്ചിടത്തോളം
അതല്ലെങ്കിൽ അതിൻ്റെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വേദിയിൽ മറ്റൊരു പരിപാടി നടക്കുമ്പോൾ അത് തീരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് പൊതുവെയുള്ള കാര്യമാണ്. മത്സരാർത്ഥികൾ ഈ പറയപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്നതിൽ അവരുടെ എന്തെങ്കിലും യാത്രാ ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ ആകുമ്പോൾ അത് വൈകുന്ന സാഹചര്യത്തിൽ പരിപാടിയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏറ്റവും ഉദ്ഘാടന പരിപാടി പോലും നമുക്ക് സമയത്ത് നടത്താൻ പറ്റാതിരുന്നത് തന്നെ ഈ ഒരു ക്രമീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ ഒരു ജനക്കൂട്ടവും അതുപോലെ ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിലുണ്ടാകുന്ന ഒരു പ്രയാസമായിരുന്നു. പക്ഷേ ഇന്നലത്തെ അപാകതകളെല്ലാം പരിശോധിച്ച് രാത്രി തന്നെ അതിന് വ്യക്തമായൊരു തീരുമാനമുണ്ടാക്കി. ഒരു കാരണവശാലും നമ്മുടെ മത്സരാർത്ഥികളുടെ മത്സരങ്ങൾ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രോഗ്രാം കമ്മിറ്റിക്ക് കർശനമായ നിർദ്ദേശം ജനറൽ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് റവന്യൂ സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയം എന്നത് ഉദിനൂരിലെ അല്ലെങ്കിൽ ഉദിനൂരിന് സമീപവാസികളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. അത് വരും ദിവസങ്ങളിലും നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ സംതൃപ്തിയിലാണ് സംഘാടകർ. നമ്മുടെ കാസർഗോഡ് വിഷൻ്റെ സ്റ്റുഡിയോയിൽ വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു.